പാതയോരത്തെ തേക്കുമരം മുറിക്കാൻ ശ്രമിച്ചതിൽ പാലക്കാട് നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ നഗരസഭാ സെക്രട്ടറി ഉപരോധിക്കും. ഇന്നലെയാണ് പുത്തൂർ NK പാളയത്തെ PWD റോഡരികിലെ തേക്കുമരം മുറിക്കാൻ ശ്രമം നടന്നത്. ഇക്ബാൽ അറക്കിൽ വിവരങ്ങൾ നൽകും. ഇക്ബാൽ, വലിയ പ്രതിഷേധമാണോ? സ്മൃതി, ഇപ്പോൾ ഈ പാതയോരത്തെ ഒരു തേക്കുമരം മുറിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ പാലക്കാട് നഗരസഭയിൽ നടക്കുന്നത്. പുത്തൂരിൽ നിന്നും മാട്ടുമന്തയിലേക്ക് പോകുന്ന റോട്ടിൽ NK പാളയം എന്ന് പറയുന്ന മേഖലയിൽ ഒരു തേക്കുമരം പാതയോരത്തുണ്ടായിരുന്നു. ഈ പാതയോരത്തെ ഈ തേക്കുമരം ഇത് അനധികൃതമായി മുറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവുമായി ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. മുനിസിപ്പാലിറ്റിയുടെ അനുമതിയോടുകൂടി സ്വകാര്യ വ്യക്തിയാണ് ഇന്നലെ മരം മുറിക്കാൻ വേണ്ടി എത്തിയെന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. ഇന്നലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിക്കാൻ എത്തിയ സ്വകാര്യ വ്യക്തിയെ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയൊരു തേക്കുമരമായിരുന്നു. ഈ തേക്കുമരം മുറിക്കാൻ വേണ്ടിയാണ് ഇന്നലെ മുനിസിപ്പാലിറ്റിയുടെ 2 ജീവനക്കാരും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളും കൂടി ഈ മേഖലയിലേക്ക് എത്തിയെന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. പക്ഷേ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിക്കാനുള്ള ശ്രമങ്ങൾ തടഞ്ഞു. പിന്നീട് ഇതിനെ ചൊല്ലിയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ മേഖലയിൽ നിന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധം നടക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതാക്കളും ജില്ലാ കമ്മിറ്റി നേതാക്കളും ഉൾപ്പെടെ ഇപ്പോൾ ഈ നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസ് പരിസരത്തേക്ക് എത്തിയിരിക്കുകയാണ്. നഗരസഭാ സെക്രട്ടറി നിലവിൽ ഇപ്പോൾ ഓഫീസിലില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളത്. പക്ഷേ നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ നേതാക്കൾ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അതായത് ഈ മരം അനധികൃതമായി മുറിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? തീർച്ചയായും അനധികൃതമായി തന്നെയാണ് ഈ മരങ്ങൾ മുറിച്ചിരിക്കുന്നത്. NK പാളയത്ത് ഒരു PWDയോ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ അനുമതി തേടാണ്ട് മുനിസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ, അതായത് നഗരസഭ ഭരിക്കുന്ന BJP ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കാണാവുന്നതാണ് മണൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ഉൾപ്പെടെയുള്ള കട്ടുകൊണ്ട് പോകുന്നത്. അതേപോലെ മുനിസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് ആ മരം മുറിക്കുന്നത്. അങ്ങനെ വലിയൊരു കൊള്ളരുതായ്മയാണ് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി. അപകടകരമായിട്ടുള്ള ഒരു മരമാണെന്നുള്ളതാണ് അവർ അപകടകരമായിട്ടുള്ള ഇതാണ് പറഞ്ഞത്. ട്രീ കമ്മിറ്റി കൂടി കഴിഞ്ഞ 3 മാസം മുമ്പ് തീരുമാനിച്ചത് എങ്ങനെയാണ് 3 മാസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വെട്ടുക? നിങ്ങളതൊന്ന് ആലോചിക്കണം. അങ്ങനെ അപകടകരമായിട്ട് ചെയ്യുകയാണെങ്കിൽ അന്ന് തന്നെ വെട്ടേണ്ടതല്ലേ? എന്താ ഇന്ന് വെട്ടുന്നത്? സ്വകാര്യ വ്യക്തികൾക്ക് വിടുപണി ചെയ്യുന്ന രീതിയിലാണ് പാലക്കാട് നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഡിവൈഎഫ്ഐ ഇന്ന് ശക്തമായി ആർക്കൊക്കെ പരാതി ഡിവൈഎഫ്ഐ നിലവിൽ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളായിട്ട് പരാതി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളുമായിട്ട് PWD ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പരാതി നൽകാൻ വേണ്ടിയിട്ടാണ് മുനിസിപ്പൽ സെക്രട്ടറിനെ വേണ്ടി കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ മുനിസിപ്പാലിറ്റിക്കകത്ത് ഞങ്ങളുടെ പ്രതിഷേധം കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ട് കൃത്യമായിട്ട് വിടുപണി ചെയ്യുന്ന എന്ത് കൊള്ളരാതാക്കി മുന്നോട്ട് വയ്ക്കുന്ന ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. സെക്രട്ടറി ഇവിടെ ഇല്ലാന്നാണ് അറിയുന്നത്. സെക്രട്ടറി എവിടെയെന്ന് ചോദിച്ചു. സെക്രട്ടറി ഇവിടെ ഇല്ലാന്നാണ് മനസ്സിലാക്കുന്നത്. സെക്രട്ടറി കുറച്ച് മുന്നെയാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലായി BJP ഭരിക്കുന്ന ഈ മുനിസിപ്പാലിറ്റി എല്ലാ തരത്തിലും റോഡും മരങ്ങളും എല്ലാം കട്ടുമുടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഡിവൈഎഫ്ഐ രേഖപ്പെടുത്തുകയാണ്. ജൂൺ 5 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മരം നട്ടുകൊണ്ടുള്ള രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നതിനിടയിലാണ് പാലക്കാട് നഗരസഭയിൽ ഇത്തരത്തിൽ ഒരു മരം മുറിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തെ ചൊല്ലി ഒരു പ്രതിഷേധം തുടരുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ പാലക്കാട് നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നു. നഗരസഭാ സെക്രട്ടറി അല്പസമയം മുമ്പ് ഓഫീസ് വിട്ട് പുറത്തിറങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഷേധക്കാർക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഇന്നലെയാണ് പാലക്കാട് പുത്തൂരിൽ നിന്നും മാട്ടുമന്തയിലേക്ക് പോകുന്ന പാതയിലെ NK പാളയം എന്ന് പറയുന്ന പ്രദേശത്ത് റോഡരികിൽ ഉണ്ടായിരുന്ന ഒരു തേക്ക് മരം മുറിച്ചത്. അത് അനധികൃതമായാണ്. അത് മുനിസിപ്പൽ ഒത്താശയോടുകൂടി സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടിയാണ് അത്തരത്തിലുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. അത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പാലക്കാട് നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുത്തിയിരുന്ന ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്. സ്മൃതി, ഇക്ബാൽ അറക്കിലാണ് വിവരങ്ങൾ നൽകിയത്.